ഒരിക്കൽ പണ്ഡിതനായ ഒരു മനുഷ്യൻ ഒരു കടത്തു തോണിയിൽ പുഴയ്ക്ക് അക്കരെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ പണ്ഡിതൻ ഈ കടത്തുകാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് സൈക്കോളജി അറിയുമോ? ആ യാത്രക്കാരൻ പറഞ്ഞു, ഇല്ല ഏമാനെ, ഞാൻ ഇത്തരം വാക്കുകൾ കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഓ, തൻ്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നഷ്ടപ്പെട്ടല്ലോടോ. അപ്പോൾ തനിക്ക് തിയോളജിയെക്കുറിച്ച് വല്ലതും അറിയാമോ? അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, ഇല്ല മാനെ, ഞാൻ ആദ്യമായിട്ടാണ് തിയോളജി എന്ന വാക്ക് കേൾക്കുന്നത് പോലും. അപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അരഭാഗം നഷ്ടപ്പെട്ടല്ലോടോ. എന്നിട്ട് പണ്ഡിതൻ ചോദിച്ചു, തനിക്ക് സോഷ്യോളജിയെക്കുറിച്ച് വല്ല പിടിയുമുണ്ടോ? ഇല്ല ഏമാനെ, എനിക്ക് അതും അറിഞ്ഞുകൂടാ. തൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ടല്ലോ എന്ന പുച്ഛഭാവത്തോടെ നാലും കൂട്ടി മുറുക്കി തുപ്പിയിരിക്കുന്ന പണ്ഡിതനോട് പെട്ടെന്നൊരു കാറ്റും കോളും വന്നപ്പോൾ ഈ കടത്തുകാരൻ ചോദിച്ചു, ഏമാനെ, അങ്ങേക്ക് നീന്തോളജി അറിയാമോ? ഇല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പല കാര്യങ്ങളിലും അറിവുണ്ടായിരിക്കാം. ആ അറിവ് മറ്റുള്ളവരുടെ ശിരസ് നമ്മുടെ മുമ്പിൽ കുനിയാൻ ഇടയാക്കുന്ന ഒരു വസ്തുവായി മാറരുത്. നമുക്ക് മാതാപിതാക്കൾ ഉള്ളതിൻ്റെ പേരിൽ, നമുക്ക് പണമുള്ളതിൻ്റെ പേരിൽ, നമുക്ക് ജോലി ഉള്ളതിൻ്റെ പേരിൽ, നമുക്ക് ആരോഗ്യമുള്ളതിൻ്റെ പേരിൽ, നമുക്ക് മക്കളുള്ളതിൻ്റെ പേരിൽ ഇതൊന്നുമില്ലാത്തവൻ്റെ ശിരസ് ഒരിക്കൽ പോലും നമ്മുടെ മുമ്പിൽ കുനിയാൻ ഇടയാവരുത് എന്ന ഒരു സ്നേഹശാഠ്യം നാം നമ്മോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല മക്കളും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രീതിയിൽ മുതിർന്നവരോടും മറ്റുള്ളവരോടും പെരുമാറുന്നത് നാം കാണാറുണ്ട്. നമ്മുടെ മക്കളെ വിനയത്തിൻ്റെ പാഠം നാം ഓരോരുത്തരും പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന വിജയം കൊയ്തെടുക്കുന്ന ആൾക്കാരായി മാറുവാൻ കഴിയൂ. ഹാർമണി പേരൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞാനുമായി ഒരു 1-to-1 കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്.